അമേരിക്കൻ പ്രഖ്യാപനം തള്ളി ഇറാൻ. ഹോർമുസ് വിട്ടു നൽകില്ലെന്നും ഉപരോധം തുടരുമെന്നും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഖാസിം ഗാരിബാബാദി വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള ധാരണാപത്രത്തിന്റെ സമയപരിധി നീട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലി ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാക്പോര് കടുക്കുകയാണ്. ഹോർമുസ് അമേരിക്കയുടെ ഭൂപ്രദേശമാക്കി മാറ്റുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഇറാൻ തള്ളി. ഹോർമുസ് കടലിടുക്ക് തങ്ങളുടെ നിയന്ത്രണത്തിൽ തുടരുമെന്നും അമേരിക്ക തോൽവി അംഗീകരിക്കുന്നതുവരെ ഹോർമുസിൽ ഉപരോധം തുടരുമെന്നും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഖാസിം ഗാരിബാബാദി പറഞ്ഞു. അതേസമയം ഇന്ന് അവസാനിക്കാനിരിക്കുന്ന അമേരിക്ക ഇറാൻ ധാരണാപത്രത്തിന്റെ സമയപരിധി നീട്ടാനാവില്ലെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയത്. ഹോർമുസിലെ പുതിയ ജലപാതയുടെ കാര്യത്തിൽ ഇറാൻ ഒമാൻ ചർച്ചകൾ തുടരുകയാണെന്നും അരാക്ചി പറഞ്ഞു. അമേരിക്ക നാവിക ഉപരോധം അവസാനിപ്പിക്കുകയും ഇറാന്റെ ആസ്തികൾ വിട്ടു നൽകുകയും ചെയ്യാതെ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ലെന്നും അരാക്ചി വ്യക്തമാക്കി. അതിനിടെ തെക്കൻ ലെബനനിൽ ഇസ്രായേലി ആക്രമണങ്ങളിൽ 11 പേർ കൊല്ലപ്പെട്ടു. തുർക്കി, പാകിസ്ഥാൻ, സൗദി പ്രതിരോധ കൂട്ടായ്മയിൽ ഈജിപ്തും പങ്കാളിയാകുമെന്ന് തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ വ്യക്തമാക്കി. അതേസമയം രാജ്യത്ത് കടുത്ത യുദ്ധ സാഹചര്യങ്ങളും വ്യോമാക്രമണങ്ങളും നിലനിൽക്കുന്ന ഘട്ടത്തിലും വിവര സാങ്കേതിക ആശയവിനിമയ മേഖലകളെ തടസ്സമില്ലാതെ നിലനിർത്താൻ സാധിച്ചതിന്റെ ആശ്വാസത്തിലും അഭിമാനത്തിലുമാണ് ഇറാൻ. അടുത്തിടെ ഉണ്ടായ ആക്രമണങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വൻതോതിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് പൊതുജനങ്ങൾക്ക് ആവശ്യമായ ആശയവിനിമയ സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കാൻ സാധിച്ചതായി ഇറാൻ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി മന്ത്രി സത്താർ ഹാഷെമി വ്യക്തമാക്കി. രാജ്യത്തുടനീളം കമ്മ്യൂണിക്കേഷൻ ശൃംഖലകൾ തകരാറിലാകാതെ സംരക്ഷിക്കാൻ തങ്ങളുടെ മന്ത്രാലയം സകല സജ്ജീകരണങ്ങളും തടസ്സമില്ലാതെ ശ്രമങ്ങളും നടത്തിയതായി അദ്ദേഹം അറിയിച്ചു. വടക്കൻ ഇറാനിലെ ഗോലസ്ഥാൻ പ്രവിശ്യയിൽ വെച്ച് നടന്ന ഉന്നതതല കൂടിക്കാഴ്ചയിലാണ് മന്ത്രി സത്താർ ഹഷേമി നിർണായകമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഗോലസ്ഥാൻ പ്രവിശ്യയിലെ പരമോന്നത നേതാവിന്റെ പ്രതിനിധിയായ ആയത്തുള്ള സെയ്ദ് കാസിം നൂർമോഫിഡിയുമായി ഓഗസ്റ്റ് 15 വൈകുന്നേരം നടത്തിയ കൂടിക്കാഴ്ചയിലാണ് യുദ്ധകാലത്തെ മന്ത്രാലയത്തിന്റെ ഇടപെടലുകളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചത്. യുദ്ധ സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ ദൈനംദിന ജീവിതവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ ഡിജിറ്റൽ ആശയവിനിമയ ബന്ധങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് യോഗത്തിൽ ചർച്ചയായി. ആശയവിനിമയ സംവിധാനങ്ങൾ തടസ്സമില്ലാതെ പ്രവർത്തിപ്പിക്കാൻ ICT മന്ത്രാലയം സമാനതകളില്ലാത്ത വിപുലമായ ശ്രമങ്ങളാണ് നടത്തിയത്. യുദ്ധം വിതച്ച നാശനഷ്ടങ്ങൾക്കിടയിലും വാർത്താവിനിമയ ശൃംഖലകൾ പ്രവർത്തനക്ഷമമായിരിക്കുന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി മാറി. യുദ്ധകാലത്ത് പൊതുജനങ്ങളുടെ പ്രതിരോധ ശേഷിയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ ഇത്തരം ടെലികോം സേവനങ്ങളുടെ നിരന്തരമായ ലഭ്യത വളരെയധികം സഹായിച്ചുവെന്ന് മന്ത്രി ഹാഷിമി കൂട്ടിച്ചേർത്തു. അടിയന്തര സാഹചര്യങ്ങളിൽ വിവരങ്ങൾ കൈമാറാനും പ്രിയപ്പെട്ടവരുടെ വിവരങ്ങൾ അറിയാനും സാധിച്ചത് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.